ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മറവന്തുരുത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. മമ്മൂട്ടിയുടെ നാടായ ചെമ്പ്, മമ്മൂട്ടിയുടെ ജന്മനാടായ ചെമ്പിനടുത്ത് മറവന്തുരുത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ട്രക്കേഴ്സ് ഓഫ് കേരള എന്ന് പറഞ്ഞ ട്രക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. കുറച്ച് ഓൾഡ് മെമ്പേഴ്സൊക്കെ ആയിട്ട് ഒരു ഗെറ്റ് ടുഗദർ. അപ്പോൾ അതിനുവേണ്ടി വന്നതാണ്. അതെ, നമ്മൾ മറവന്തുരുത്ത് ഏകാന്ത അല എന്ന് പേരായിട്ടുള്ളൊരു റിസോർട്ടാണ്. അപ്പോൾ അത് റിസോർട്ടിലെ കാഴ്ചകൾ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ലേക്ക് വ്യൂ ആയിട്ടുള്ളൊരു റിസോർട്ട്, സൂപ്പർ ലൊക്കേഷൻ. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ജെട്ടിയൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ഡെക്ക് പോലെ പണിത് വെച്ചിട്ടുണ്ട്, വഞ്ചിയൊക്കെ എടുക്കാം. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പോയൊരു സ്ഥലമുണ്ട്, മാജിക് ഐലൻഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏതാണ്ട് ആ ഭാഗത്തൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ദേ ഇവിടെ ലിങ്ക് കൊടുക്കാം, മുകളിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ആ കാണുന്ന ജെട്ടി കണ്ടോ, ഒരു കൂടാരം പോലെ, അതാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സോമ പാലസ് റിസോർട്ട്. പഴയ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു കൊണ്ടുവന്ന് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു റിസോർട്ടാണത്. ഇപ്പം എന്തോ മെയിൻ്റനൻസ് ആണ്. കുറച്ച് കഴിയുമ്പോൾ പുള്ളി ഒരു മ്യൂസിയം പോലെ ആക്കിയിട്ട് ഓപ്പൺ ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇനി എല്ലാവരും കൂടി ഒരു ചെറിയ കയാക്കിംഗ് പരിപാടിക്ക് പോകാൻ പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെ മുറിഞ്ഞപുഴ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു നല്ലൊരു അടിപൊളി ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് അമൽ നമ്മളൊരു നല്ലൊരു ലൊക്കേഷനിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളിത് ആ മുറിഞ്ഞപുഴ പാലത്തിനടുത്തെത്തി. ഇതാണ് മുറിഞ്ഞപുഴയിലെ കടവ്. അതിനക്കരെ കാണുന്നതാണ് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കുടുംബ വീട്. മരങ്ങാട്ട് പള്ളിയിൽ നിന്ന് പൊളിച്ചു കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരിക്കുന്നതാണത്. അപ്പോൾ നമ്മൾ പാലത്തിനടിയിൽ കയാക്ക് വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങോട്ട് നടന്നാൽ ഇതേ പാലത്തിലേക്ക് കയറാനായിട്ടൊരു സ്ലാബ് പോലെ കിട്ടുന്നുണ്ട് കേട്ടോ. വെള്ളം, പോലീസ് ബോട്ട്. പാലത്തിൻ്റെ കാലയിലാണ് കേട്ടോ, തൂണയിലാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടോ, കൊള്ളാലോ. ഇത് പഴയ പാലമാണ് കേട്ടോ, അതിനടുത്ത് പുതിയ പാലമുണ്ട്, അതിലൂടെയാണ് ഇപ്പോൾ വണ്ടികളൊക്കെ പോകുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ കയാക്കൊക്കെ എത്തി. നമ്മൾ അഡ്വഞ്ചർ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡിയായി. അപ്പോൾ നമ്മൾ 6 പേരുണ്ട്. കയാക്ക് തുടങ്ങാൻ പോവുകയാണ്. അമൽ മാത്രം എക്സ്പേർട്ട് ഉള്ളൂ, ബാക്കി ഞങ്ങളൊന്നും എക്സ്പേർട്സ് അല്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ബ്രോ, എങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ തുഴച്ചിലൊന്ന് പറഞ്ഞ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. നമ്മുടെ പാഡില്, ഈ പാഡിൽ നമ്മൾ ഈ റിങ്ങിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് ഈ ബാറിൻ്റെ ഈ ബ്ലാക്ക് കഴിഞ്ഞ് വിട്ടുപോകരുത്. പിന്നെ ഹൈറ്റ് കൂടുതലുള്ളവർക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ എൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇത് ഇതാണ് നമ്മുടെ റൈഡിങ് പൊസിഷൻ. ഇതിനകത്തുനിന്ന് നമ്മൾ റൈറ്റ് ലെഫ്റ്റിലാണ് പോകുന്നത്. റൈറ്റ് നേരെ പോകില്ല, നമ്മൾ ലെഫ്റ്റിലേക്ക് റൈറ്റിൽ തുഴഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് എപ്പോഴും പോകും. റൈറ്റിൽ തുഴഞ്ഞാൽ ലെഫ്റ്റിലോട്ട്, ലെഫ്റ്റിൽ തുഴഞ്ഞാൽ റൈറ്റിലോട്ടാണ് പോകുന്നത്. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പാഡിൽ നേരെ റോൾ ചെയ്ത് പിടിക്കുക.
റോഡ് ചെയ്ത് രണ്ട് സൈഡിലും കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുമ്പോഴത്തേന് ഇത് ബ്രേക്കായി നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ബ്രേക്കായി. അപ്പോൾ അതേ കയാക്ക് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ തുഴഞ്ഞ് ഇങ്ങോട്ടൊക്കെയോ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടി, അങ്ങോട്ട് തുഴയുമ്പോൾ മറ്റേ വശത്തേക്ക് പോവും, മറ്റേ വശത്ത് തുഴയുമ്പോൾ ഇപ്പുറത്തേക്ക് പോവും, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടി. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, ഒരുവിധം ഓക്കെ ആയി. അപ്പോൾ നമ്മളത് ഇനി ഒരു കനാലിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറണം. അടിപൊളി ലൊക്കേഷൻ, സൂപ്പർബ്. ചെറിയൊരു തോടിലൂടെ പോകാണ്ട് നമ്മൾ. ഓക്കെ, കൊമ്പൊടിഞ്ഞ് നിൽക്കുന്നു. പൊന്നെ ഫീലാണ്ട് വഴി നോക്കി, എൻ്റെ പൊന്നെ കിടു. ഒരു രക്ഷയില്ലാത്ത ഫീൽ കേട്ടോ. വിർജിൻ പ്ലേസ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ പഴയ നാട്ടിൻപുറത്തെ തോടുകളെ അനുസ്മരിപ്പിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. ഈ അടുത്ത കാലത്ത് ഇത്രയും സുന്ദരമായ ഒരു സ്ഥലത്തൂടെ യാത്ര ചെയ്തിട്ടില്ല കേട്ടോ. അതായത് നമ്മുടെ കേരളത്തിലെ ഒരു ബ്യൂട്ടിഫുൾ തോട്, കനാൽ. ഇതൊരു സീക്രട്ട് ലൊക്കേഷനാണ് കേട്ടോ. ഇത്രയും ഒരു ഫീല് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിൽ അടിപൊളി വെറൈറ്റി. എല്ലാവരും അങ്ങോട്ട് പോകുമ്പോൾ ഒരാൾ മാത്രം തിരിച്ചിങ്ങോട്ട് വരുന്നു. കറക്കിക്കോ. ആഹാ, സൂപ്പർ. വിർജിൻ പ്ലേസ്. ആമസോൺ വരാന്തരങ്ങളിലൂടെ പോകുന്നൊരു ഫീല്. വള്ളിപ്പടർപ്പുകൾ. ക്ലിയർ വെതറാണ് കേട്ടോ ഇത്. അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. കിഡിലെന്ന് പറഞ്ഞാൽ കിഡിലോസ്കി. അപ്പോൾ നമ്മളിത് ഒരു പോയിന്റിലെത്തിയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കേട്ടോ. എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടിയത് ഇപ്പോഴാണ്. പലരും പല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊക്കെ ഒപ്പത്താൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഇവിടെ ഇരുന്ന് ഇത്തിരി വേദനയുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഓക്കെ ആയി. ആ കിടക്കുന്നതാണ് ഒതളങ്ങ. വിഷമാണ്, അത് കഴിച്ചാൽ ചത്തുപോകും. പൊല്യൂഷൻ ഇല്ല, ഒന്നുമില്ല അല്ലേ. കിളികളുടെ കളകളനാദം, തണല്, ഒന്നും പറയാനില്ല. അപ്പോൾ ബ്രേക്ക് കഴിഞ്ഞു, വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും സ്റ്റാർട്ട് ചെയ്തു. ഇടികൂടലേ, ഇടിച്ച് തെറിപ്പിക്കാതെ പോകൂ. വരുന്നേ, ഇടിച്ചു. ഇതേ മൊത്തത്തിൽ നല്ല തണലായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ വെയിൽ വരും. അപ്പം അങ്ങോട്ട് കുറച്ച് പോളയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. പായൽ കയറി കിടക്കുകയാണ്. അവിടെയൊക്കെ ഫുള്ള് പായലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി കയറി പോകാൻ പറ്റുമെന്ന് അറിയില്ല. അമല് നോക്കുന്നുണ്ട്. ഓഹോ. വെള്ളത്തിൽ ഉണ്ടായി കിടക്കുന്ന ഒതളങ്ങ. ഇപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇടാനുള്ള ഫോട്ടോസ്, റീൽസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്.
വെള്ളത്തിൽ ചാടിയിട്ടുണ്ടല്ലോ, കൊള്ളാം. നീന്താൻ പോവാണ് കേട്ടോ. ഇന്ന് 2 പേര് വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നീന്താൻ നല്ല രസമാണ് കേട്ടോ. നല്ല പൊല്യൂഷൻ ഇല്ലാത്ത വാട്ടർ, ക്ലിയർ വാട്ടർ, തണലുണ്ട്, ചുറ്റും മരങ്ങൾ, കിളികളുടെ കളകളനാദം. ഇതാണ് ഫീൽ, വൈബ്. അതെ, കയാക്കൊക്കെ കരയിൽ കയറ്റി വെച്ചിട്ട് ഒന്ന് കുളിക്കാൻ ഇറങ്ങിയേക്കാണ് കുറച്ച് പേരൊക്കെ. പിന്നെ ലൊക്കേഷൻ ഇടവേ, വന്യമായ ഫീൽ. അങ്ങനെ നമ്മൾ തിരിച്ച് പുഴയിലേക്ക് എത്തി. ചെറിയ ഒഴുക്കുണ്ട് കേട്ടോ, വെറുതെ നിന്ന് കൊടുക്കുകയാണ്. കയാക്ക് അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കയാക്കിങ് കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ റിസോർട്ടിലെത്തി. അപ്പോഴേക്കും ചെറിയൊരു മഴ തുടങ്ങിയിട്ടോ. അങ്ങനെ മഴയുടെ ആംബിയൻസൊക്കെ ആസ്വദിച്ച് കായൽ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട് ഇത്. ഏകാന്ത അല എന്നാണ് ഈ കോട്ടേജിൻ്റെ പേര് കേട്ടോ. നമുക്ക് ഈ കോട്ടേജിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണാം. നല്ല ട്രഡീഷണൽ രീതിയിൽ പണിതിരിക്കുന്ന ഒരു കോട്ടേജാണ് കേട്ടോ ഇത്. ഇത് കണ്ടോ, ഫർണിച്ചറൊക്കെ കണ്ടോ, ട്രഡീഷണൽ സ്റ്റൈൽ ഫർണിച്ചേഴ്സ്. അതുപോലെ തന്നെ തറയിലിട്ടിരിക്കുന്നത് ചെട്ടിനാട് അത്തംകുടി ടൈൽസാണ്. 2 ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു നടുത്തളം പോലെ ഉണ്ട്. ഇതൊരു ബെഡ്റൂം, ഇവിടെ അടുത്ത ബെഡ്റൂം ആണെങ്കിൽ ഇതേ നല്ല നീറ്റ് ബെഡ്റൂം. മുകളിൽ ഫാന് ട്രഡീഷണൽ സ്റ്റൈലിൽ ടൈൽസൊക്കെ ഇട്ടിരിക്കുന്നു. അവിടെ എ സി ഉണ്ട്. പിന്നെ ബാത്റൂം, നല്ല നീറ്റ് ബാത്റൂം. അപ്പോൾ ഇതുപോലത്തെ 4 കോട്ടേജുകളാണ് ഇവിടെ ഉള്ളത്. ഓരോ കോട്ടേജിനും 2 ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കോട്ടേജിന് ഇവർ ചാർജ് ചെയ്യുന്നത് 6000 രൂപയാണ്. ഒരു ബെഡ്റൂം മാത്രമായിട്ട് എടുക്കുവാണെങ്കിൽ 3000 രൂപ. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ കയാക്കിങ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് കോസ്റ്റ് വരും കേട്ടോ. അതിന് ഒരു കയാക്കിന് 600 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യും. ലൈഫ് ജാക്കറ്റും പാഡിലും കയാക്കും എല്ലാം ഇവർ തന്നെ തരും. അപ്പോൾ ഇതുപോലെ നല്ല കിടിലൻ ലൊക്കേഷൻസ്, നല്ല ഹിഡൻ ലൊക്കേഷൻസിലൊക്കെ കൊണ്ടുപോകും പുള്ളിക്കാരൻ. നമ്മുടെ അമൽ എന്ന് പറഞ്ഞൊരു കക്ഷിയാണ്, നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഇതിൻ്റെ പ്രൊപ്പറേറ്റർ. അപ്പോൾ പുള്ളിക്ക് വേറെയും കുറേ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. നമ്മുടെ മൂന്നാറിൽ കൊളുക്കുമലയിൽ ഹൃദയം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ക്ലൗഡ് ഫാം എന്ന് പറഞ്ഞൊരു കോട്ടേജില്ലേ, അതൊക്കെ പുള്ളിയുടെ കോട്ടേജാണ് കേട്ടോ. പുള്ളി നടത്തുന്ന കോട്ടേജാണ്. ഒരുപാട് ഫിലിം സ്റ്റാർസൊക്കെ വരുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ഇത് വേണ്ടിയിട്ടുണ്ട്